ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദൻ ദേവിയുടെ ആ ഫയൽ താനാണ് എടുത്തു മാറ്റിയത് എന്ന ഞെട്ടിക്കുന്ന സത്യം പ്രഭയെ അറിയിക്കുന്നു. അത് അപകടമാണ് മോനെ, നീ അത് തിരികെ വെക്കണം എന്ന് പ്രഭ പറയുന്നുണ്ടെങ്കിലും അത് നടക്കില്ല എന്നും കൂടുതൽ കാര്യങ്ങളൊന്നും അമ്മേനോട് ചോദിക്കരുതെന്നും നന്ദൻ പറയുന്നുണ്ട്. അവരിങ്ങനെ ഫയലിനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ദേവിക കേൾക്കുന്നു. തുടർന്ന് ദേവിക പൊട്ടിത്തെറിച്ചുകൊണ്ട് നന്ദനോട് ഫയലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഓഫീസിലെ ഫയൽ കാണാതായതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ മുന്നിൽ കള്ളം പറയുകയാണ് നന്ദൻ. പക്ഷേ ദേവിക്ക് ഉറപ്പുണ്ട് തൻ്റെ ഫയലിനെ കുറിച്ച് തന്നെയാണ് നന്ദൻ സംസാരിച്ചതെന്നും നന്ദനാണ് അതിൻ്റെ പുറകിലെന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ലെന്നും ചോദിക്കേണ്ടവർ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയും മകനും തത്ത പറയുന്നത് പോലെ എല്ലാം പറയുമെന്നും ശക്തമായിട്ടുള്ള ഒരു താക്കീത് തന്നെ ദേവി നൽകുന്നുണ്ട്. ശേഷം നമ്മുടെ വീട് തകർച്ചയിലേക്കാണ് പോകുന്നത്, നീ ആ ഫയൽ തിരികെ വയ്ക്കാൻ പ്രഭ വീണ്ടും പറയുന്നുണ്ടെങ്കിലും അതൊരിക്കലും നടക്കില്ല എന്നും അന്വേഷണം എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഓഫീസിലെ ഫയൽ കാണാതായതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കുമെന്നും അമ്മ എന്നോടൊപ്പം നിൽക്കണമെന്നും നന്ദൻ പ്രഭയോട് പറയുന്നുണ്ട്. അതേസമയം ശാരികയാണെങ്കിൽ അവളുടെ ലവറായിട്ട്, അവളുടെ ഇഷ്ടപ്പെടുന്ന ആളായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് കാമുകിനെയാണ്. സത്യം പറഞ്ഞാൽ ഈ കെവിനെ കൊടുക്കാനായിട്ട് ശാരിക തയ്യാറാക്കിയിരിക്കുന്ന ഒരു വൻ പദ്ധതി തന്നെയാണിത്. അതായത് ഇസബെല്ലയുടെയും കെവിൻ്റെയും നന്ദൻ്റെയും മനസ്സിലുള്ള ആ രഹസ്യങ്ങൾ, ആ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശാരിക കളിക്കുന്ന ഒരു ഗെയിം തന്നെയാണിത്. കെവിൻ എന്തുദ്ദേശം വെച്ചിട്ടാണ് ദേവിയച്ചിയെയും നന്ദേട്ടനെയും സഹായിക്കുന്നത്, അതിൻ്റെ ഗൂഢലക്ഷ്യം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ശാരിക ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ശാരിക കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ഓവറായിട്ടൊക്കെ ശാരികയെ തോന്നിയെങ്കിലും ശാരിക ഇപ്പോൾ ചെയ്യുന്നതാണ് ശരി എന്ന് നമുക്കും ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതേസമയം ദേവികയാണെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതായത് ഫയൽ എടുത്തത് നന്ദനാണെന്ന കാര്യത്തിൽ അവൾക്ക് ശക്തമായിട്ടുള്ള സൂചനകളെല്ലാം കിട്ടുന്നുണ്ട്. അത് നന്ദൻ്റെ നാവിൽ നിന്ന് തന്നെ ദേവി അത് കേട്ടതാണ്. മാത്രമല്ല അതിലുപരിയായിട്ട് നന്ദൻ തന്നെ ചതിച്ചു എന്നുള്ള കാര്യം ദേവിക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനായിട്ടും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കണം എന്ന് തന്നെ അവൾ ഉറപ്പിക്കുന്നു. ഏതായാലും നന്ദന് ഈ ഫയൽ എടുത്തു മാറ്റേണ്ട ഒരാവശ്യമില്ല, ഫയൽ കൊണ്ട് ഒരാവശ്യമില്ല എങ്കിൽ പിന്നെ നന്ദൻ ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇനി ഇസബെല്ലയെയും കെവിനെയും സഹായിക്കാനാണ് നന്ദൻ ഈ കടുംകൈ ചെയ്തത് എന്നാലോചിക്കുമ്പോൾ ദേവിയെയാണെങ്കിൽ രക്തം തിളച്ചു പോവാണ് അവളുടെ. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഈ ചതിക്ക് കൊടും ചതി തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് ദേവികയുടെ ഇപ്പോഴത്തെ തീരുമാനം. നന്ദനാണെങ്കിൽ ഇസബെല്ലയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു. അമ്മയോട് ഈ ഫയലിനെ പറ്റി ഇമോഷണലായിട്ട് സംസാരിച്ചു എന്നും ദേവി അത് കേട്ടുകൊണ്ട് വന്നു. അവൾക്കത് മനസ്സിലായി. ഞാൻ ഓഫീസിലെ ഫയലിനെ പറ്റി സംസാരിച്ചു എന്നൊക്കെ പലതവണ പറഞ്ഞിട്ടും അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടും അവൾ എന്നെ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. കാരണം അവളെല്ലാം വ്യക്തമായിട്ട് കേട്ടതാണ്. എന്തായാലും അവൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവളുടെ പോക്ക് അത്ര ശരിയല്ല എന്നെല്ലാം നന്ദൻ പറയുന്നുണ്ട് കേട്ടോ. മിക്കവാറും നിയമപരമായിട്ട് തന്നെ അവൾ ഇതിനെ നേരിടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും എന്നെല്ലാം നന്ദൻ പറയുന്നത് കേട്ട് പേടിച്ചു വിറച്ചു നിൽക്കുന്നുണ്ട് ഇസബെല്ലയും. നിയമപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നന്ദനെ അറസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നന്ദനെ പോലീസിൻ്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഫയൽ കൊടുത്തതെന്ന് സത്യം പറയേണ്ടി വരും. അതിലൂടെ എല്ലാ കള്ളക്കളികളും പുറത്തു വരാൻ പോവുകയാണ്. അതൊക്കെ ഓർത്തിട്ട് ഇസബെല്ലയ്ക്കാണെങ്കിൽ നന്നായിട്ട് പേടിയാവുന്നുണ്ട്. അവളാണെങ്കിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ശാരികയാണെങ്കിൽ കെവിനെ ഏകദേശം പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെയും സത്യങ്ങളെല്ലാം വെളിച്ചത്ത് വരും. പക്ഷേ ഈ ഒരു പ്രണയം ആരോടും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കെവിനുള്ളത്. എന്തായാലും ഇവരുടെയൊക്കെ ഒരു കള്ളക്കളികൾക്കും ചതികൾക്കും എല്ലാത്തിനും ഒരു അറുതി വരാനായിട്ട് പോവാണ്. ഇതിനിടയിൽ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ദേവികയോടായിട്ട് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, മോളെ എന്താ നിൻ്റെ മുഖം വീണ്ടും വല്ലാതായിരിക്കുന്നത്, ഫയലിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ എന്നെല്ലാം സിദ്ധാർത്ഥ ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ആ ഫയലിൻ്റെ കാര്യം അത് തന്നെയാണ് അച്ഛൻ ഞാൻ ഓർക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫയൽ ആരെ എടുത്തത് എന്ന് നിനക്ക് എന്തെങ്കിലും സൂചന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവി സത്യം തുറന്ന് പറയുന്നു. അതായത് ആ ഫയൽ എടുത്തു മാറ്റിയത് വേറെ ആരും അല്ല അച്ഛാ, നന്ദു തന്നെയാണ്. കാരണം ഞാൻ വന്ന സമയത്ത് നന്ദുവും അമ്മയും കൂടെ സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ് എന്ന് പറയുമ്പോൾ സിദ്ധുവിനാണെങ്കിൽ അത് കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. കാരണം വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ചതി ഉണ്ടാകുമെന്ന് സിദ്ധു ഒരിക്കലും കരുതുന്നില്ല, പ്രത്യേകിച്ച് നന്ദൻ്റെ ഭാഗത്തു നിന്ന്. നന്ദനാണെങ്കിൽ ദേവിക എന്ന് പറഞ്ഞാൽ ജീവനാണ്. അങ്ങനെയുള്ള നന്ദൻ ദേവികയുടെ ഫയൽ എടുത്ത് മാറ്റുക, അതൊരിക്കലും സിദ്ധുവിനെ സംബന്ധിച്ച് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല.
തുടർന്ന് വീണ്ടും സിദ്ധു ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ നന്ദനോട് വലിയ ദേഷ്യമാണെന്നറിയാം, അതിന് പകരം വീട്ടുകയാണോ എന്ന് പറയുമ്പോൾ ഒരിക്കലും അല്ല അച്ഛാ, അച്ഛൻ എൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ. അമ്മയും നന്ദുവും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം അമ്മയ്ക്കും അറിയാം എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ശരിക്കും ആകെ വല്ലാതായി പോവാണ്. തുടർന്ന് വീണ്ടും ദേവി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിപ്പോൾ ഫയലിൽ തന്നെയാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഫയലാണെങ്കിൽ ഈ MLA ആണ് എടുത്തു മാറ്റിയത് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു അഴിമതിയാണെന്ന് എല്ലാവർക്കും ദേവികയിൽ കുറ്റം ആരോപിച്ച് രക്ഷപ്പെടാം. പക്ഷേ ദേവിക ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കള്ളൻ കപ്പലിൽ തന്നെയാണ് അച്ഛ എന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ ദേവിക. ഇതേ സമയം അവിടെ നിൽക്കുന്ന പ്രഭാവതിയോട് നന്ദൻ എവിടെയെന്ന് സിദ്ധു ചോദിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്, അവനിൽ എന്തൊക്കെയോ ചില കള്ളത്തരങ്ങളുണ്ട്, എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് താനും. ഇത് നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ നേരിടും. അങ്ങനെയാണെങ്കിൽ നന്ദൻ്റെ കയ്യിൽ ഉടൻ തന്നെ വിലങ്ങ് വീഴും എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതിക്ക് കുറച്ചുകൂടി പേടിയാവുന്നുണ്ട്. മോൾ എന്തായാലും പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ സിദ്ധാർത്ഥ വീണ്ടും ദേവികയോട് പറയുന്നുണ്ട്. അങ്ങനെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ നന്ദൻ കുടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓഫീസിലെ ഫയലാണ് കാണാതായത് എന്ന് പറഞ്ഞുകൊണ്ട് അധികം നാളൊന്നും അയാൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ നന്ദൻ ആരെ ഹെൽപ്പ് ചെയ്യാനാണ് ആ ഫയൽ എടുത്തു മാറ്റിയത് എന്നുള്ള സത്യങ്ങളും വൈകാതെ തന്നെ പുറത്തു വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. സുഗമോദേവി സീരിയലിൻ്റെ വരാനായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്